ഇദ്ദേഹം സൗത്ത് വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ വെൽത്ത് ഡയറക്ഷനാണ് ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്, കന്നിമൂല. ഇപ്പം വിവാഹപ്രായമായ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ വിവാഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ കിടക്കാനോ അല്ലെങ്കിൽ നോക്കിയിരിക്കാനോ ഉപയോഗിക്കേണ്ട ദിശ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്നാമത്തെ ഡയറക്ഷനായ ലവ് ഡയറക്ഷനാണ്. ഈ മൂവിങ് പാർട്ടുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു ഹൈ വൈബ് അവിടെ ഉണ്ടായിരിക്കും. ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളും അതുമൂലം ഉണ്ടാവും. നമ്മൾ ഒരു ഓഫീസിലോ ഒരു വീടിലോ ഇരുന്ന് പണമിടപാടുകൾ നടത്തുകയും അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് വരാനോ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് പരമായിട്ട് അഭിവൃദ്ധിപ്പെടാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റൂം നമുക്ക് ഏതൊക്കെ രീതിയിൽ സജ്ജീകരിക്കണം എന്നുള്ള ഒരു 5 ടിപ്സുകളാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ലക്കി ഡയറക്ഷൻസിൽ ഫേസ് ചെയ്തിരിക്കണം. അതെന്താ ലക്കി ഡയറക്ഷൻ ഫേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഒരു കുവാ നമ്പർ ഉണ്ട്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള കുവാ നമ്പറിൽ ഏതെങ്കിലും ഒരു കുവാ നമ്പർ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ആ കുവാ നമ്പർ കണ്ടുപിടിക്കുക. കുവാ നമ്പർ കണ്ടുപിടിക്കേണ്ട രീതികളൊക്കെ മുമ്പ് ഒരുപാട് പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കുവാ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുവാ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ 4 ദിക്കുകൾ ഭാഗ്യവും 4 ദിക്കുകൾ ദോഷവുമാണ്. ഇപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുവാ നമ്പർ 8 ഉള്ളൊരു വ്യക്തി. കുവാ നമ്പർ 8 ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ സ്ത്രീ ആയാലും പുരുഷനായാലും ഇദ്ദേഹത്തിൻ്റെ 4 ഭാഗ്യ ദിക്കുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം സൗത്ത് വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ വെൽത്ത് ഡയറക്ഷനാണ് ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്, കന്നിമൂല. അടുത്ത രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ ഡയറക്ഷനാണ് നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹെൽത്ത് മെച്ചപ്പെടും. മൂന്നാമത്തെ ഡയറക്ഷൻ വെസ്റ്റ് ആണ്. വെസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലവ് ഡയറക്ഷനാണ്. ഇത് നമുക്ക് എപ്പോഴാണ് ഉപയോഗപ്പെടുന്നത്? ഇപ്പം വിവാഹപ്രായമായ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ വിവാഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ കിടക്കാനോ അല്ലെങ്കിൽ നോക്കിയിരിക്കാനോ ഉപയോഗിക്കേണ്ട ദിശ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്നാമത്തെ ഡയറക്ഷനായ ലവ് ഡയറക്ഷനാണ്. അടുത്തത് നാലാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ദിക്കാണ്. അപ്പം ഈ ദിക്കിലോട്ട് നോക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് മെച്ചപ്പെടും. അപ്പോൾ നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ നമ്മൾ ഒരു നല്ല കാര്യത്തിൽ ഇരിക്കുമ്പോൾ ഏത് ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കണം? ഈ 4 ഡയറക്ഷനിൽ ഏതെങ്കിലും നോക്കിയിരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഏറ്റവും നല്ലത് കുവാ നമ്പർ 8നെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഇദ്ദേഹം ഇരിക്കുമ്പോൾ എപ്പോഴും ബാക്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് വാൾ ഉണ്ടായിരിക്കണം. ഒരു നല്ല സ്ട്രോങ് ഫിദ്ദി ഇദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം ഇദ്ദേഹം ഇരിക്കാനായിട്ട്. അടുത്ത മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഒരു നല്ലൊരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള അമത്തിസ്റ്റോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലസ്റ്ററോ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ അതൊന്ന് പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം വലിച്ചെടുക്കുകയും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ റൂമിൽ ഉണ്ടാക്കി തരാനായിട്ട് ഈ ക്ലസ്റ്ററുകൾക്ക് സാധിക്കും. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടും. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഗുഡ് ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കുന്നു, ഇദ്ദേഹത്തിന് നല്ലൊരു ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടാകുന്നു. 3, ഇദ്ദേഹത്തിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ എന്തുണ്ട്? ഒരു ക്ലസ്റ്ററോ അല്ലെങ്കിൽ ഒരു അമത്തിസ്റ്റോ ഉണ്ട്. ആ റൂമിലെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാനായിട്ടും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി അതിലേക്ക് കൊണ്ടുവരാനും ഈ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് നിങ്ങളെ സഹായിക്കും. അടുത്ത 4ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഓഫീസിലേക്ക് വരുന്ന ഡോറിന്റെ സമീപത്ത് ലെഫ്റ്റിലോ റൈറ്റിലോ ഒരു മണി ഫ്രോഗ് വെക്കുക, ചുണ്ടിലൊരു ചൈനീസ് കോയിനും കൂടെ വെക്കുക. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു സമ്പത്തിന്റെ ഫ്രോഗ് ഇദ്ദേഹത്തിലേക്ക് വരുന്ന രീതിയിൽ അതിന് ഫോക്കസ് ചെയ്ത് വെക്കുക. അപ്പോൾ 4 കാര്യങ്ങളായി. 5ാമത്തെ കാര്യം എന്ന് പറയുന്ന ഇദ്ദേഹം ഇരിക്കുന്ന വീടായാലും ശരി തന്നെ ഓഫീസായാലും ശരി തന്നെ അതിൻ്റെ നോർത്ത് ഭാഗത്ത് നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഈ മൂവിങ് വാട്ടറുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു ഹൈ വൈബ് അവിടെ ഉണ്ടായിരിക്കും. ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളും അതുമൂലം ഉണ്ടാവും. അക്വേറിയം, വാട്ടർ ഫൗണ്ടൻ എന്നീ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എനർജിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നോർത്തിൽ തന്നെ ആയിരിക്കണം. അത് സൗത്തിൽ വെച്ചാൽ ഈ ഒരു ഒറ്റ കാര്യം മതി നിങ്ങൾക്കിത് മൊത്തം നാശമാവാനും. അപ്പോൾ ഫൗണ്ടൻ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. ഈ നോർത്തിൽ വെക്കുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചില ടൂളുകൾ നോക്കാം. ഇത് ഒരു വിക്ടറി ഹോഴ്സിന്റെ സ്റ്റാച്ചു ആണ്. ഇപ്പം നമുക്ക് പേര്, പ്രശസ്തി, വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് 2 ഡയറക്ഷനിലായിട്ട് ഇത് വെക്കാം. ഒന്ന്, നമ്മുടെ ഓഫീസിൻ്റെ ആയാലും പിന്നെ ലിവിങ് റൂമിൻ്റെ ആയാലും സൗത്ത് വശത്ത് വെക്കാം. ഇത് പുറത്തേക്ക് പോകുന്ന രീതിയിൽ വരാൻ പാടില്ല, ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെക്കാം.
അടുത്തത് നമ്മുടെ ഓഫീസിലായാലും ശരി തന്നെ വീട്ടിലായാലും ശരി തന്നെ മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് വിജയിച്ചൊരു കുതിര കടന്നു വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതൊരു റൂസ്റ്ററാണ്, ഒരു പൂവൻ കോഴിയുടെ സ്റ്റാച്ചു ആണ്. ഇത് ഓഫീസിലായാലും വീട്ടിലായാലും ഉണ്ടാകാവുന്ന ചില കലഹങ്ങളെ ഒഴിവാക്കാനായിട്ട് ഈ റൂസ്റ്ററിന്റെ സ്റ്റാച്ചു പടിഞ്ഞാറ് ഭാഗത്ത്, ഓഫീസിലാണെങ്കിൽ ഓഫീസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, ലിവിംഗ് റൂമിലാണെങ്കിൽ ലിവിംഗ് റൂമിന്റെ വെസ്റ്റ് ഭാഗത്ത് ഇത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. വീട്ടിലേക്കോ ഓഫീസിലേക്കോ കടന്നു വരുന്ന നിഷേധാത്മകമായ ഊർജ്ജത്തിൽ നിന്നും വീടിനെയും ഓഫീസിനെയും സംരക്ഷിക്കാനായിട്ട് ക്വാൻ കുങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് കിങ്ങിന്റെ സ്റ്റാച്ചു കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്നത് പ്രധാന ഡോറിലേക്ക് ഫേസ് ചെയ്തിട്ട് ഇതിനെ വെക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ്. ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബാക്കിൽ ഒരു ലോട്ടു സ്ക്വയർ ഉണ്ട്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് യൂണിവേഴ്സലിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്കിന് എഴുതി ഇതിനുള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കും. നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്താണ് ഇത് സൂക്ഷിക്കാവുന്നത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.